ഹായ് ഫ്രണ്ട്സ്, ജീസസ് ഫാർമ നോട്ട്സിലേക്ക് സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് അതിനെ പറ്റിയാണ് പെൻസിലിൻ്റെ സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ പെൻസിലിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ബേസിക് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ 6 അമിനോ പെൻസിലാനിക് ആസിഡാണ്. അപ്പോൾ നമുക്ക് എന്താണ് 6 അമിനോ പെൻസിലാനിക് ആസിഡ് എന്നും അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ കോമ്പൗണ്ട്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെൻസിലിൻ കൺസിസ്റ്റ് ഓഫ് തയസോൾഡിൻ റിംഗ് ഉണ്ട്. തയസോൾഡിൻ റിംഗ് ഫ്യൂസ്ഡ് വിത്ത് ബീറ്റാ ലാക്ടം റിംഗ്. അപ്പോൾ തയസോൾഡിൻ റിംഗ് എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്നു ബീറ്റാ ലാക്ടം റിംഗ്. ടു റിംഗ്സ് ഫ്രം ദ ബേസിക് ന്യൂക്ലിയസ് ഓഫ് പെൻസിലിൻ നോൺ ആസ് 6 അമിനോ പെൻസിലാനിക് ആസിഡ് ആൻഡ് ഹാവിങ് അമിനോ ഗ്രൂപ്പ് ഇൻ ദ 6th പൊസിഷൻ. അപ്പോൾ അതേപോലെ ഇപ്പം എന്താണ് തയസോൾഡിൻ റിംഗ് എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്ന ബീറ്റാ ലാക്ടം റിംഗ്, അതേപോലെ തന്നെ അമിനോ ഗ്രൂപ്പ് ഇൻ ദ 6th പൊസിഷൻ. അപ്പോൾ ഇതാണ് 6 അമിനോ പെൻസിലാനിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ എന്താണ് ഈ 6 അമിനോ പെൻസിലാനിക് ആസിഡും ഈ 6ഉം ആവശ്യമാണ് എന്തെന്ന് പെൻസിലിൻസിൻ്റെ ആക്ഷന്. ഇത് രണ്ടും ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ബേസിക് ഓരോരോ കോമ്പൗണ്ട്സ് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ബെൻസൈൽ പെൻസിലിനാണ്. അപ്പോൾ ഇതാണ് 6 അമിനോ പെൻസിലാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലൊരു ബെൻസൈൽ റിംഗ് വന്നാൽ എന്താവും? ബെൻസൈൽ പെൻസിലിനാവും. ബെൻസൈൽ റിംഗാണ് CH2 C6H5. അത് വരുമ്പോൾ എന്താവും? ബെൻസൈൽ പെൻസിൽ അല്ലെങ്കിൽ പെൻസിലിൻ G ആവും. ഇപ്പോൾ ഇത്രയാണ് എന്തെന്ന് 6 അമിനോ പെൻസിലാനിക് ആസിഡ്. അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് CH2 C6H5 വന്നിട്ടുണ്ടെങ്കിൽ ബെൻസൈൽ പെൻസിലിനാവും. അപ്പോൾ ഇതിൻ്റെ നമ്പറിംഗ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 ഇതാണ് അതിൻ്റെ നമ്പറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഫീനോക്സി മീഥൈൽ പെൻസിലിൻ നോക്കാം. അത് ഇതേപോലെ തന്നെ ഇത്രയുമാണ് 6 അമിനോ പെൻസിലാനിക് ആസിഡ്. അത് കഴിഞ്ഞിട്ട് ഒരു ഫീനോക്സി മീഥൈൽ ഗ്രൂപ്പ് വന്നു. ഇത്രയുമാണ് ഫീനോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. ഈ C6H5O ആണ് ഫീനോക്സി. ഇപ്പോൾ CH2 കൂടെ വന്നപ്പോൾ മീഥൈൽ ഗ്രൂപ്പായി. ഇപ്പോൾ ഫീനോക്സി മീഥൈൽ പെൻസിലിൻ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇതാണ് ഫീനോക്സി, ഇവിടെ ഒരു CH2 ഉണ്ട്, അപ്പം മീഥൈലായി. അപ്പോൾ ഫീനോക്സി മീഥൈൽ ഇത്രയാണ്. ഈ 6 എന്ന് പറഞ്ഞാൽ ഫീനോക്സി മീഥൈൽ എന്ത് വന്നു? ഈ 6ൻ്റെ പൊസിഷനിൽ ഇവിടെ ഇത്രയുമായിരുന്നു എന്താ 6 അമിനോ പെൻസിലാനിക് ആസിഡ്. ഈ 6 പൊസിഷനിൽ CH2O C6H5 ആണ് വന്നപ്പോൾ എന്തുമായിട്ട് ഫീനോക്സി മീഥൈൽ പെൻസിലിൻ കിട്ടി. അപ്പോൾ അതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് ആംബിസിൻ്റെ സ്ട്രക്ചർ നോക്കാം. അതും ഇതേപോലെ തന്നെ ഇത്രയും വന്നപ്പോൾ 6 അമിനോ പെൻസിലാനിക് ആസിഡ് ഇതിൻ്റെ 6 പൊസിഷനിൽ എന്ത് വന്നു? CH NH2 C6H5 വന്നപ്പോൾ എന്തുമായിട്ട് ആംബിസിലിൻ കിട്ടി. ഫസ്റ്റ് നമ്മൾ ഈ 6 അമിനോ പെൻസിലാനിക് ആസിഡിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ കോമ്പൗണ്ട് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സ്ട്രക്ചേഴ്സ് പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിലൂടെ 3 കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചേഴ്സ് പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.